വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുവിധ പോർട്ടലിൽ 73,000-ലധികം അപേക്ഷകളാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ സുതാര്യത ഉറപ്പുവരുത്താൻ ആരംഭിച്ച ഏകജാലക സംവിധാനമായ സുവിധ പോർട്ടൽ വഴി 44,600-ലധികം അപേക്ഷകൾക്ക് അനുമതിയും നൽകി. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക പ്രതിവിധിയാണ് സുവിധ പോർട്ടൽ. ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡ് പ്രകടമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും അനുമതികൾക്കും സൗകര്യങ്ങൾക്കും അപേക്ഷകൾ നേടുന്നതിനും പ്രവർത്തിക്കുന്നതിനും സുവിധ പോർട്ടൽ നിർണായക പങ്ക് വഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നതു മുതൽ വെറും 20 ദിവസത്തിനുള്ളിൽ സുവിധ പ്ലാറ്റ്ഫോമിൽ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും ലഭിച്ചത് 73,379 അനുമതി അപേക്ഷകൾ. ഇതിൽ 44,626 അപേക്ഷകൾ അംഗീകരിച്ചു. അപേക്ഷകളുടെ 15%, അതായത് ഏകദേശം 11,200 അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. കൂടാതെ 10,819 അപേക്ഷകൾ അസാധുവോ ഡ്യൂപ്ലിക്കേറ്റോ ആയതിനാൽ റദ്ദാക്കി. 2024 ഏപ്രിൽ 7 വരെ ലഭ്യമായ വിശദാംശങ്ങൾ അനുസരിച്ച് ബാക്കി അപേക്ഷകൾ പരിഗണിച്ചു വരികയാണ്. പ്രചാരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും താൽക്കാലിക പാർട്ടി ഓഫീസുകൾ തുറക്കുന്നതിനും വീട് തോറുമുള്ള പ്രചാരണത്തിനും വീഡിയോ വാനുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും വാഹന പെർമിറ്റുകൾ നേടുന്നതിനും ലഘുരേഖകൾ വിതരണം ചെയ്യുന്നതിനുമുള്ള അനുമതികൾ സുവിധ പോർട്ടൽ വഴിയാണ് നൽകുന്നത്. ആദ്യം എത്തുന്നവർക്ക് ആദ്യം എന്ന തത്വത്തിലാണ് അനുമതി അഭ്യർത്ഥനകൾ പരിഗണിക്കുന്നത്. സുവിധ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവശ്യമായ അനുമതികൾ തുല്യമായി ലഭിക്കുന്ന നീതിയുക്തവും കാര്യക്ഷമവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം സുഗമമാക്കാനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചുറപ്പിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഗോൾഡ് ഉണ്ട്. ശോശാമ സക്കറിയ എന്ന മുത്തശ്ശി വോട്ടർ. ഒന്ന് പരിചയപ്പെടാം. പത്തനംതിട്ട ചന്ദനപ്പള്ളി കോട്ടപ്പുറത്ത് ശോശാമ സക്രിയയാണ് ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടർ. ശോശാമയ്ക്കിപ്പോൾ 102 വയസ്സാണ്. 20-ാം വയസ്സിൽ വോട്ട് ചെയ്തു തുടങ്ങി. 8 പതിറ്റാണ്ടായി ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല. നല്ല രാഷ്ട്രീയ നിശ്ചയദാർഢ്യ നിലപാട് ചെറുപ്പത്തിൽ തന്നെ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ശോശാമയ്ക്കുണ്ടായിരുന്നു. രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച കോൺഗ്രസിന് തന്നെയായിരുന്നു ശോശാമയുടെ വോട്ട്. കോൺഗ്രസിന് ചെയ്തു, കോൺഗ്രസിന് വോട്ട് ചെയ്യും. 1977 ജൂൺ 14 ഭർത്താവും മികച്ച കർഷകനുമായിരുന്ന സക്കറിയ ശോശാമയെ വിട്ടുപിരിഞ്ഞു. എന്നാൽ പട്ടാളക്കാരായ 3 ആൺമക്കളും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടെയുള്ള ജീവിതം മുത്തശ്ശിക്കേറെ സന്തോഷം നൽകുന്നു. വയസ്സിനിടയിൽ കാര്യമായ അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 5 മണിക്ക് എഴുന്നേൽക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രഭാത ക്രിയകൾ നടത്തും. 7:30 ആകുമ്പോഴേക്കും കുളി കഴിഞ്ഞിരിക്കും. 8:30 ഭക്ഷണം നിർബന്ധം. ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് നിർബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും സമയം അത് പാലിക്കണം. ക്രിക്കറ്റാണ് ശോശാമയെ ആവേശം കൊള്ളിക്കുന്ന കായിക വിനോദം. സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ്, ധോണി അഥവാ ശോശാമയുടെ വാക്കിൽ മുടിയൻ എന്നിവരാണ് പ്രിയ താരങ്ങൾ. എത്ര വൈകിയാലും ക്രിക്കറ്റ് കളി ഉണ്ടെങ്കിൽ അത് കാണുക തന്നെ ചെയ്യും. ഇന്ത്യ തോറ്റാൽ മറ്റേ ടീമിനെ കുറ്റം പറയാനും മടിക്കില്ല. ഇപ്പോഴും നല്ല കാഴ്ചയും ആരോഗ്യവുമുണ്ട്. അടുത്ത കാലത്തായി ഓർമ്മയ്ക്കൊരു ചെറിയ മങ്ങൽ. ഷുഗറിന്റെ ഒരല്പം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറാണ് ശോശാമ. 8 പതിറ്റാണ്ട് വോട്ട് ചെയ്ത ശോശാമയെ ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ ദിവ്യ എസ് അയ്യർ നേരിട്ടെത്തി അനുമോദിച്ചതും ഓർത്തെടുക്കുന്നു. UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു. എല്ലാ തവണയും മക്കളുടെയോ കൊച്ചുമക്കളുടെയോ സഹായത്തോടെയാണ് വോട്ട് ചെയ്യാൻ പോയിരുന്നത്. ആ യാത്ര ശോശാമ ഏറെ ആസ്വദിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മുതൽ പോസ്റ്റാണെങ്കിലും ഈ മുത്തശ്ശിയുടെ വോട്ടാവേശത്തിന് കുറവൊന്നുമില്ല. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തോളം പരാതികളാണ് ലഭിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളാണ് ഇത് അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സി വിജിൽ മൊബൈൽ ആപ്പ് വഴിയാണ് ഇത്രയും പരാതികൾ ലഭിച്ചത്. അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ, സ്ഥാപിച്ച ബാനറുകൾ, ബോർഡുകൾ, ചുവരെഴുത്തുകൾ, നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ, വസ്തുവകകൾ വികൃതമാക്കൽ, അനധികൃത പണം കൈമാറ്റം, അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കൽ, മദ്യവിതരണം, സമ്മാനം നൽകൽ, ആയുധങ്ങൾ പ്രദർശിപ്പിക്കൽ, വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് സി വിജിൽ മുഖേന കൂടുതൽ ലഭിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച മാർച്ച് 16 മുതൽ ഏപ്രിൽ 7 വരെ 1,07,202 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ ശരിയെന്ന് കണ്ടെത്തിയ 1,05,356 പരാതികളിൽ നടപടിയെടുത്തു. 183 പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. അനുമതിയില്ലാത്ത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ച 93,540 പരാതികൾ ലഭിച്ചപ്പോൾ വസ്തുവകകൾ വികൃതമാക്കിയത് സംബന്ധിച്ച് 5,908 പരാതികളുണ്ടായി. നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ സംബന്ധിച്ച 2,150 പരാതികളും അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് 177 പരാതികളും ലഭിച്ചു. വസ്തുതയില്ലെന്ന് കണ്ട് 1,663 പരാതികൾ തള്ളി. സി വിജിൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് CPIM. പിൻവലിച്ച തുക ഉപയോഗിക്കരുത് എന്നത് അസാധാരണ നടപടിയാണെന്ന് CPIM വിലയിരുത്തുന്നു. EDയും ആദായ നികുതി വകുപ്പും CPIMനോട് ഗുണ്ടായിസം കാണിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ഇരിങ്ങാലക്കുടയിലെത്തിച്ച് കരുവന്നൂർ വിഷയം കത്തിച്ച് വോട്ടാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് BJP. കരുവന്നൂർ മുഖ്യപ്രചാരണ വിഷയമാക്കി കോൺഗ്രസും രംഗത്തെത്തിയതോടെയാണ് കോടതിയെ സമീപിച്ചുള്ള പ്രതിരോധത്തിന് CPIM തയ്യാറെടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനു പുറമെ പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുതെന്ന ആദായ നികുതി വകുപ്പ് നിർദ്ദേശം അസാധാരണ നടപടിയെന്നാണ് CPIM വിലയിരുത്തൽ. കോടതിയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയ വേട്ടയെന്ന CPIM നിലപാട് പൊതുജനമധ്യത്തിൽ ശരിവെക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും CPIMനോട് ഗുണ്ടായിസം കാണിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ല. നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെയാണ് പറഞ്ഞത്, എല്ലാം കൂടിയാണ്. പിന്നെന്താ സംശയം? ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ? എല്ലാം സുതാര്യല്ലേ? ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം? ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ? കരുവന്നൂരിൽ EDയെ CPIM ക്ഷണിച്ചു വരുത്തിയതാണെന്ന് K മുരളീധരൻ. അതിനിടെ കരുവന്നൂർ കേസിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോടും PK ബിജുവിനോടും ചോദ്യം ചെയ്യലിനായി നാളെ EDക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ദേശീയ നേതാക്കളെ ഇറക്കാൻ മുന്നണികൾ. ഈ മാസം 15 മുതൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള CPIMന്റെ ദേശീയ നേതാക്കൾ കേരളത്തിൽ സജീവമാകും. അതേസമയം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പിന്നാലെ നരേന്ദ്രമോദി 15-ന് തൃശൂരിലെത്തും. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ദേശീയ നേതാക്കളെ ഇറക്കി കളം കൊഴിപ്പിക്കുകയാണ് മുന്നണികൾ. BJPയുടെ ദേശീയ നേതാക്കളാണ് നിലവിൽ സംസ്ഥാനത്ത് സജീവമായിരിക്കുന്നത്. ദേശീയ അധ്യക്ഷനെയും കേന്ദ്ര മന്ത്രിമാരെയും കൂടാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പ്രചരണാവേശത്തിന് ആക്കം കൂട്ടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് BJP. ഈ മാസം 15-ന് തൃശൂരിലെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പടക്കം പ്രധാന വിഷയമായി ഉയർത്താനാണ് നീക്കം. അതേസമയം പ്രിയങ്ക ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ഉൾപ്പെടെ കൊണ്ടുവരാൻ UDF ഒരുങ്ങുമ്പോൾ CPIMന്റെ ദേശീയ നേതാക്കളുടെ പര്യടനം 15 മുതൽ ആരംഭിക്കുകയാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻ സെൻ, സുഭാഷ്ണി അലി, കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ എന്നിവരാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് എത്തുന്നത്. ഓരോ മുന്നണിക്കും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കുകയാണ് ലക്ഷ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ കേരളത്തിൽ NDAയെ പരാജയപ്പെടുത്താൻ UDFും LDFും കൈകോർക്കുകയാണെന്ന്, ഇന്ത്യ മുന്നണിയുടെ ശ്രമവും അതുതന്നെയാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് ആരോപിക്കുന്നു. തിരുവനന്തപുരത്ത് UDFിന് അനുകൂലമായി വോട്ട് ചെയ്യാനാണ് LDFിന്റെ നീക്കം. തൃശ്ശൂരിൽ UDF വോട്ടുകൾ LDFിന് നൽകാനും ഇരുവരും ധാരണയായിട്ടുണ്ടെന്നും കൃഷ്ണദാസ് ആരോപിക്കുന്നു. NDAയെ പരാജയപ്പെടുത്താൻ LDFും UDFും ചേർന്നുകൊണ്ട് ഒരു IND സഖ്യമായി മാറി ചില മണ്ഡലങ്ങളിൽ അവർ വോട്ട് പരസ്പരം കൈമാറാൻ
തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഈ തിരുവനന്തപുരത്ത് NDA തോൽപ്പിക്കാൻ NDA വളരെ മുന്നിലായിരിക്കുന്നു. LDFിനേക്കാൾ UDFിനേക്കാൾ വളരെ മുന്നിലാണ് ഇപ്പോൾ NDA ഉള്ളത് എല്ലാ പ്രവർത്തനത്തിലും. പക്ഷേ ഇപ്പോഴിവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ LDFിൻ്റെ പ്രവർത്തനം പിന്നോട്ട് പോകുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന മുഴുവൻ നേതാക്കന്മാരും ആറ്റിങ്ങിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ LDF പ്രവർത്തനം എന്ന് പറയുന്നത് നാമമാത്രമായുള്ള CPIക്കാരുടെ മാത്രം പ്രവർത്തനമായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ LC സെക്രട്ടറിമാർ മുതൽ അതുപോലെ ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ ഇവരെല്ലാം തന്നെ ആറ്റിങ്ങൽ 2 ബൂത്ത് 3 ബൂത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിന് അനുകൂലമാക്കി മാറ്റാൻ, കോൺഗ്രസ്സിന് അനുകൂലമായി ചെയ്യാനുള്ള ചില നിഗൂഢമായ നീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. 2014-ലും 2019-ലും ചെയ്ത അതേ പ്രവർത്തനം വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടി ഇത്തവണയും ആവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ഇതേപോലെ തന്നെ UDF അവരുടെ വോട്ട് LDFിന് കൈമാറാൻ അതും ആ തരത്തിലുള്ള പ്രവർത്തനം തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ ഒരു IND സഖ്യം BJPക്കും NDAക്കും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ IND സഖ്യം ഇവ രൂപീകൃതമായിരിക്കുന്നു. ഇത് വളരെ ആധികാരികമായിട്ടാണ് ഞങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ IND സഖ്യത്തെ ഈ കോൺഗ്രസും CPMും LDFും UDFും തമ്മിലുള്ള ഈ സഖ്യം സഹകരണം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ഇവിടെ മോദിയുടെ ഗ്യാരണ്ടിയോടൊപ്പം നിൽക്കാൻ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ UDFിലെ പടലപ്പിണക്കങ്ങൾ മാറുന്നില്ല. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്നു എന്ന് KM മാണി തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കേരള കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവായ സജി മഞ്ഞക്കടമ്പൻ രാജിവെക്കുന്നു. അത് UDFിൽ വലിയ അതൃപ്തിക്ക് കാര്യമാവുകയാണ്. UDF വിയോജിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. PJ ജോസഫിനെ നേരിട്ട് ആ വിയോജിപ്പ് അറിയിക്കുന്നു. സജിയുടെ രാജി മുന്നണി പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന വിലയിരുത്തൽ ആണ് നേതൃത്വത്തിനുള്ളത്. പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങൾ വഷളാക്കിയെന്നും നേതൃത്വം കരുതുന്നുണ്ട്. സജി പാർട്ടി വിടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും അതിൽ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിന് വീഴ്ച ഉണ്ടായെന്നുമാണ് വിലയിരുത്തൽ. മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കാതെ പ്രശ്നം പരിഹരിക്കാനും കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരള കോൺഗ്രസ് ജോസഫിലെ ഭിന്നതയെ തുടർന്ന് ഇന്നലെ ആണ് സജി പാർട്ടിയിൽ നിന്നും UDFിലെ പദവികളിൽ നിന്നും രാജിവെച്ചത്. ഇന്ത്യ മുന്നണിയും ആ മുന്നണി തീർക്കുന്ന ചില വൈരുദ്ധ്യങ്ങളുമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിക്കായി തമിഴ്നാട് PCCയുടെ സഹായം തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. DMK ഇടുക്കിയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നീക്കം. പ്രാദേശിക ചർച്ചകൾ നടത്തിയെങ്കിലും പ്രയോജനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായം തേടുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി DMK ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത്. പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വിജയിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്തുണ LDFിന് തന്നെയാണെന്ന് DMK നേതൃത്വം അറിയിച്ചു. ഇതിനെ തുടർന്നാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഇടപെടുവാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത്. DMK തമിഴ്നാട് സംസ്ഥാന ഘടകവുമായി ചർച്ച നടത്തുമെന്നും ഇടുക്കിയിലെ DMK വോട്ടുകൾ ഡീൻ കുര്യാക്കോസിന് ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസുമായി ഏറ്റവും ഗാഢമായിട്ടുള്ള ബന്ധമാണ് DMKക്കുള്ളത്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ശ്രമം തമിഴ്നാട് PCCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തും. അത് ഏകപക്ഷീയമായി LDFിന് ആ DMK വോട്ടുകൾ പോവില്ല, അവരെ ഞങ്ങളെയും സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതേസമയം LDFിന് തന്നെ പൂർണ്ണമായും DMK വോട്ടുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് LDF നേതൃത്വം അവകാശപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടുക്കി രാജകുമാരി സേനാപതി മണ്ഡലം കൺവെൻഷനും ഇടുക്കി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും നടന്നു. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി തോമസ് സാജനാണ് ഉദ്ഘാടനം ചെയ്തത്. കാർഷിക മേഖലയായ രാജകുമാരി, രാജക്കാട്, ശാന്തമ്പാറ, സേനാപതി മേഖലകളിൽ
തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF മണ്ഡലം കൺവെൻഷനുകളും നിയോജക മണ്ഡല കൺവെൻഷനും പൂർത്തീകരിച്ച് ബൂത്ത് തല കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. മണ്ഡലതല കൺവെൻഷനുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സേനാപതി മണ്ഡല കൺവെൻഷൻ മാങ്ങാത്തൊട്ടിയിൽ നടന്നത്. സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുഴുവൻ ആസ്തിയും ഒരു പൈസ മാത്രമല്ല, നമ്മുടെ അക്കൗണ്ട് പൂർണ്ണമായും മരവിപ്പിച്ചുകൊണ്ടുപോയി. എന്തിന്റെ പേര് പറഞ്ഞാൽ അതുകൂടി നിങ്ങൾ അറിയണം. 2019 കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ്. 5 കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് 2019 കണക്കിനകത്ത് വ്യത്യസ്ത. എന്താ 2019 പ്രശ്നം? അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോൺഗ്രസിന്റെ MP-മാർ അവരുടെ വിഹിതം കൊടുത്തു. വിഹിതം എല്ലാ MP-മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ MP-മാർ കൊടുത്ത വിഹിതം എന്ന് പറയുന്നത് കാശായി കൊടുത്തു. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാങ്ങാത്തൊട്ടി ടൗണിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചു. പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം KPCC സെക്രട്ടറി തോമസ് രാജൻ നിർവഹിച്ചു. ബെന്നി കൊച്ചുവീട്ടിൽ, തങ്കച്ചൻ വളാനമറ്റം, MJ കുര്യൻ, MN ഗോപി, ബെന്നി തുണ്ടത്തിൽ, R ബാലൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഇനി നമ്മൾ പോകുന്നത് ഈ സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നാലെ. പാനൂർ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരണങ്ങളായി വരുന്നത്. ഇതിന് KK ശൈലജ ടീച്ചർ കൃത്യമായി മറുപടി പറയുകയാണ്. പാനൂർ സ്ഫോടനത്തിൽ നിലപാട് വ്യക്തമാക്കിയും ചെമ്പടയെ തള്ളിപ്പറഞ്ഞും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. പാനൂർ സ്ഫോടന കേസ് പ്രതികളെ തനിക്കറിയില്ല, അവരുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ UDF ശ്രമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നതിനാൽ ആ സ്ഫോടനത്തെക്കുറിച്ച് അറിഞ്ഞതുപോലില്ലായിരുന്നു ആ ഘട്ടത്തിൽ. ഒരു കാരണവശാലും ക്രിമിനൽ പ്രവർത്തനങ്ങളെ താനും തൻ്റെ പാർട്ടിയും അംഗീകരിക്കില്ല. തനിക്ക് ചെമ്പടയുമായി പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല, അങ്ങനെ ചെമ്പട എന്ന ടീമും തനിക്കില്ല എന്ന് KK ശൈലജ ടീച്ചർ പറയുന്നു. സൈബർ അറ്റാക്ക് തിരിച്ചടിയാകുമെന്ന
കോമൺ സെൻസ് ഷാഫി പറമ്പലിനുണ്ടെങ്കിൽ നല്ല കാര്യമാണെന്നും ശൈലജ ടീച്ചർ പ്രതികരിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ തൻ്റെ പര്യടനം തുടരുകയാണ്. വലിയ ജനപങ്കാളിത്തമാണ് ശൈലജ ടീച്ചറുടെ പര്യടന പരിപാടികളെല്ലാം തന്നെ ഉള്ളത്. ശൈലജ ടീച്ചർ തന്നെ പ്രതികരിക്കുന്നു. ടീച്ചറെ, ഇപ്പോൾ അല്പം മുൻപ് ഈ ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിൽ കണ്ടത് ജനങ്ങളൊരു കിരീടമണിയിക്കുന്നു. അവസാനം വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആ കിരീടം ഉണ്ടാവുക എങ്ങനെയാണ്? ഉറപ്പായിട്ടും ജനങ്ങൾ അണിയിച്ച കിരീടം ഒരിക്കലും മാറിപ്പോവില്ലല്ലോ. ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയകിരീടം ചാർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഇടയിൽ നിന്ന് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനെന്ന ബോധം അവർക്കുണ്ട്. ആ ബോധത്തിന് ഒരു കോട്ടവും വരുത്താൻ ഞാൻ തയ്യാറാവില്ല. അവർക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ അവരുടെ കൂടെയുണ്ട്. ഈ ടീച്ചർ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ചോദിക്കുന്നത്. ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ടീച്ചർ സൂചിപ്പിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യുമോ, കാരണം അതിൻ്റെ ഗുണം എതിർ സ്ഥാനാർത്ഥിക്കാണെന്ന് അറിയാനുള്ള കോമൺ സെൻസ് തനിക്കുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. കാരണം UDF സ്ഥാനാർത്ഥി അത് നിരാകരിക്കുകയാണ് ആ ആരോപണം. അത്തരത്തിലുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി അത് ആവർത്തിക്കില്ല എന്ന് വിചാരിക്കാമല്ലോ. പക്ഷേ അതിന് ശേഷവും അവരുടെ പ്രവർത്തകർ അതെല്ലാം ആവർത്തിക്കുന്നതല്ലേ കണ്ടത്. അപ്പോൾ ഞാൻ കോമൺ സെൻസിൻ്റെ കാര്യം പറയുന്നില്ല, അത് അവനവൻ തന്നെ ആലോചിച്ചാൽ മതി. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണം ഇന്നാട്ടുകാരുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പുതിയ പ്രചരണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബോംബ് സ്ഫോടനത്തിലെ പ്രതികൾ എൻ്റെ അടുത്ത ആളുകളാണെന്നും പറഞ്ഞിട്ട്. എന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളൊന്നും അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തനത്തെയും ന്യായീകരിക്കുന്നവരുമല്ല, അംഗീകരിക്കുന്നവരുമല്ല. അവർ ഇപ്പോൾ അത് വെച്ചിട്ട് വലിയ പ്രചരണം നടത്താൻ ആലോചിക്കുകയാണ്. മറ്റത് തീർന്നു തോന്നുന്നുണ്ട്, ആദ്യത്തെ മോർഫ് ചെയ്ത ചിത്രമൊക്കെ. അപ്പോൾ ഓരോന്നോരോന്ന് പുതിയതിങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം എന്താണ് രാഷ്ട്രീയ രംഗത്ത് എന്നുള്ളത് നല്ലോണം അറിയുന്ന ആളുകളാണ്. ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴും ജനങ്ങളുടെ മുമ്പാകെ ആയിരുന്നല്ലോ. എന്തായിരുന്നു പ്രവർത്തിച്ചതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതല്ലേ. അതേപോലെയുള്ള പ്രവർത്തനം ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്നിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ കഴിയും. ഞാൻ ഈ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ആളാണ്. എപ്പോഴും അവർക്ക് അപ്രോച്ചബിളായിട്ടുള്ള സമീപിക്കാൻ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് ഇമാതിരി വൃത്തികെട്ട പ്രചരണം ഏറ്റെടുക്കും തോറും അവരുടെ ജനങ്ങൾ മനസ്സിലുള്ള സ്ഥാനം ഇല്ലാതാകുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ഈ UDFും BJP ആരോപിക്കുന്നത് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളെ ടീച്ചർ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറുടെ അടുത്ത ആളാണെന്നൊരു പ്രചരണം കൂടി നടത്തും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമായിട്ട് നടക്കുകയാണ്. എവിടെയെല്ലാം അത്തരത്തിലുള്ള വൃത്തികെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു, അതിനെ അപ്പം തന്നെ എൻ്റെ പാർട്ടി തള്ളിപ്പറഞ്ഞു. ഞാൻ അറിയുന്നില്ല, ഞാൻ വേറൊരു അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. അത്തരത്തിൽ ആര് നടത്തിയാലും അത് മോശമായിട്ടുള്ള പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള ഈ പ്രതികൾക്ക് പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല. അത് പാർട്ടി അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കല്യാണ വീട്ടിലോ മറ്റോ വെച്ച് ആരെങ്കിലും എൻ്റെ കൂടെ ഫോട്ടോ എടുത്തണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അത് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ ഒന്നും കൂടെ നിൽക്കുന്ന ആളാണെന്ന് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പോലും പറയില്ല. എന്നിട്ടല്ലേ മറ്റുള്ള ആളുകളെ വിശ്വസിപ്പിക്കൽ. എൻ്റെ നാട്ടുകാർക്ക് എന്നെ നല്ലോണം അറിയാം, എൻ്റെ മണ്ഡലക്കാർക്കും എന്നെ നല്ലോണം അറിയാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടീമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, താഴെ തലം വരെയുള്ള കമ്മിറ്റികൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിൽ ഒരുപാട് ഫേസ്ബുക്ക് കൂട്ടായ്മകളൊക്കെ പല മേഖലയുണ്ട്. എനിക്ക് ചെമ്പടാന്ന് പറഞ്ഞിട്ടൊരു ടീമൊന്നുമില്ല. എന്തായാലും കുപ്രചരണങ്ങൾ കൊണ്ട് തന്നെ തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കെ ശൈലജ ടീച്ചർ പറയുന്നത്. തനിക്ക് പാർട്ടിക്കപ്പുറം മറ്റൊരു ടീമൊന്നുമില്ല, ചെമ്പട എന്ന് പറഞ്ഞൊരു ടീമൊന്നുമില്ല എന്നുകൂടി ടീച്ചർ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നമുക്കറിയാം, ചരിത്രമില്ലാതെ വർത്തമാനമില്ല. അല്പം ചരിത്ര സ്പന്ദനം. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ പല മണ്ഡലങ്ങളിലും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാർ കളം പിടിച്ചിരിക്കുകയാണ്. ഇത്തവണ അപരന്മാർ ആരെയെല്ലാം വീഴ്ത്തും വാഴ്ത്തും എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ അപരക്കണിയിൽ അടിതെറ്റിയവർ ഏറെയാണ്. ഒന്ന് കാണാം.
കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അപരക്കെണിയിൽ കുടുങ്ങി കടപുഴകി വീണ പ്രമുഖ നേതാക്കൾ ഒരുപാടുണ്ട്. സംസ്ഥാനം എന്നും ഓർക്കുന്ന അപരന്റെ അട്ടിമറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2004-ലേത്. അന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് അപരക്കെണിയിൽ കുടുങ്ങി പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചത്. 1009 വോട്ടിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KS മനോജിനോട് VM സുധീരൻ തോറ്റപ്പോൾ VM സുധീരന്റെ അപരൻ S സുധീരൻ നേടിയത് 8282 വോട്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച അപരനും S സുധീരനാണ്. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ പണികൊടുത്തത് ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനായിരുന്നു. 2009-ൽ UDF സ്ഥാനാർത്ഥി MK രാഘവനോട് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ റിയാസ് പരാജയപ്പെടുന്നത് 833 വോട്ടിനാണ്. അന്ന് മുഹമ്മദ് റിയാസിന്റെ 4 അപരന്മാർ ചേർന്ന് പിടിച്ചത് 6371 വോട്ട്. 2009-ൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനിയും അപരന്മാർ പിടിച്ച വോട്ടുകൾക്ക് മുന്നിൽ തോൽവിയെറിഞ്ഞു. LDF സ്ഥാനാർത്ഥി MB രാജേഷിനോട് 1820 വോട്ടിന് സതീശൻ പാച്ചേനി അടിയറവ് പറഞ്ഞപ്പോൾ അപരൻ സതീശൻ നേടിയത് 5478 വോട്ട്. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് എതിരാളികളുടെ വോട്ട് കുറയ്ക്കാൻ മുന്നണികൾ തന്നെയാണ് അപരന്മാരെ രംഗത്തിറക്കുന്നതെന്നതും പരസ്യമായ രഹസ്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി പഞ്ച് ഡയലോഗ്, വോട്ട് പഞ്ച്. കരിവന്നൂരുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ BJP ദുരുപയോഗിക്കുന്നു എന്ന് തെളിവ് സഹിതം നിരത്തിയാണ് LDF പ്രചരണ രംഗത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടിതാ K മുരളീധരൻ, കോൺഗ്രസ് നേതാവ് തന്നെ രംഗത്തെത്തുകയാണ്. കരുവന്നൂരിൽ EDയെ CPIM ആണ് ക്ഷണിച്ചു വരുത്തിയതെന്ന് K മുരളീധരൻ പറയുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കാരണം EDയെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് നടത്താനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നുമാണ് K മുരളീധരൻ്റെ ആരോപണം. അതൊന്ന് കാണാം. EDയുടെ അന്വേഷണം നടക്കാൻ കാരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജിമെൻ്റ് പ്രകാരം ഏതെങ്കിലും ഒരു കേസ് നിലവിലില്ലാതെ ഒരു സംസ്ഥാനത്തും EDക്ക് ഇടപെടാൻ പാടില്ല എന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ജഡ്ജിമെൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നപ്പോൾ EDക്ക് ഇടപെടാൻ അവസരമുണ്ടായി. ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ED വരില്ലായിരുന്നു. ഏതായാലും EDയെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി. പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി അങ്കത്തട്ട് ഇവിടെ പൂർണ്ണമാകും.